ടെ സമൃദ്ധമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തിരക്കേറിയ പട്ടണത്തിൽ അനയ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ചിത്രരചനയിൽ അഭിനിവേശമുള്ള മിടുക്കിയും കഴിവുള്ള പെൺകുട്ടിയുമായിരുന്നു അനയ. മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും അവളുടെ രേഖാചിത്രങ്ങൾ വളരെ ജീവനുള്ളതായിരുന്നു. ആളുകൾ പലപ്പോഴും അവളുടെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും അനയ്ക്ക് അവളുടെ കഴിവിനെ മറികടക്കുന്ന ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അവൾ മറ്റുള്ളവരോട് വളരെ അസൂയാലുവായിരുന്നു. ആർക്കെങ്കിലും പ്രശംസ കിട്ടിയാൽ അനയയ്ക്ക് അസൂയ തോന്നി. അവളുടെ സുഹൃത്തുക്കളുടെ നേട്ടങ്ങളെ അവൾ പലപ്പോഴും വിമർശിക്കുകയും അവർക്ക് ആത്മാർത്ഥമായി സന്തോഷിക്കാൻ പ്രയാസം തോന്നിപ്പിക്കുകയും ചെയ്തു. അവളുടെ ഈ നിഷേധാത്മകതയിൽ സുഹൃത്തുക്കൾക്ക് മടുത്തതിനാൽ ഈ അസൂയ അവളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഒരു സൂര്യനുള്ള സായാഹ്നത്തിൽ തൻ്റെ സുഹൃത്ത് മായയുടെ സമീപകാല കലാപുരസ്കാരത്തെ ഓർത്ത് അനയ പാർക്കിലിരിക്കുകയായിരുന്നു. അവൾ സ്കെച്ച് ബുക്കിൽ ഡൂഡിൽ ചെയ്യുമ്പോൾ ദയയുള്ള പുഞ്ചിരിയുമായി ഒരു വൃദ്ധ അവളുടെ അരികിലിരുന്നു. എന്തിനാണ് പ്രിയെ ഈ ദുർമുഖം? അവർ സൗമ്യമായി ചോദിച്ചു. അനയ നെടുവീർപ്പിട്ടു. മറ്റെല്ലാവർക്കും എല്ലാ അംഗീകാരവും ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ന്യായമല്ല. വൃദ്ധ അവളെ കണ്ണുകളിൽ ദയയോടെ നോക്കി. അസൂയ ഒരു വിഷം പോലെയാണ് കുട്ടി. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക മാത്രമല്ല, നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എടുക്കുക. അവൾ അനയ്ക്ക് ഒരു ചെറിയ കൊത്തുപണികളുള്ള മരപ്പെട്ടി നൽകി. നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുമ്പോൾ തുറക്കുക. കൗതുകത്തോടെ അനയ പെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ രാത്രി അവൾ കട്ടിലിൽ കിടക്കുമ്പോൾ വൃദ്ധയുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ മനോഹരമായ തിളങ്ങുന്ന ഒരു തൂവലും ഒരു കുറിപ്പും കണ്ടെത്തി. മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു കാര്യം 1 മാസത്തേക്ക് എല്ലാ ദിവസവും എഴുതുക. സംശയം തോന്നിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാനായി തീരുമാനിച്ചു. അടുത്ത ദിവസം തൻ്റെ കലയോടുള്ള മായയുടെ സമർപ്പണത്തെക്കുറിച്ച് അവൾ എഴുതി. പിറ്റേന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിലെ സഹപാഠിയായ രാജിൻ്റെ ദയയെ അവൾ അഭിനന്ദിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ അനയ്യയുടെ ഉള്ളിൽ ഒരു മാറ്റം അനുഭവപ്പെട്ടു. ചുറ്റുമുള്ളവരുടെ അതുല്യമായ ഗുണങ്ങളെ അവൾ വിലമതിക്കാൻ തുടങ്ങി. അസൂയയ്ക്ക് പകരം അവരുടെ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തി. അവളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. പരിവർത്തനം കണ്ട അവളുടെ സുഹൃത്തുക്കൾ അവളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. യഥാർത്ഥ സന്തോഷവും പ്രചോദനവും കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞതിനാൽ അനയ്യയുടെ ഡ്രോയിങ്ങുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി. ഒരു സായാഹ്നത്തിൽ നദിക്കരയിൽ രേഖാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വൃദ്ധ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നീ തൂവൽ നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. അനയ തലയാട്ടി. അവളുടെ കണ്ണുകളിൽ നന്ദിയുടെ കണ്ണുനീർ. നന്ദി. അസൂയ എത്രമാത്രം എന്നെ തടഞ്ഞു നിർത്തുമെന്ന് എനിക്ക് മനസ്സിലായില്ല. വൃദ്ധ അവളുടെ കയ്യിൽ തട്ടി. ഓർക്കുക, യഥാർത്ഥ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ, അവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാം. അന്നു മുതൽ അനയ്യയുടെ ജീവിതം മാറിമറിഞ്ഞു. അവൾ വരച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ കലയിൽ മറ്റുള്ളവരെ ആഘോഷിക്കുന്നതിൽ അവൾ കണ്ടെത്തിയ സന്തോഷവും ഊഷ്മളതയും നിറഞ്ഞു. അവൾ കലാശില്പശാലകൾ സംഘടിപ്പിച്ചു. അവളുടെ കഴിവുകൾ പങ്കുവയ്ക്കുകയും യുവ കലാകാരന്മാരെ അവരുടെ തനതായ ശബ്ദങ്ങൾ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവളുടെ ദയയും ഔദാര്യവും അവൾക്ക് പ്രശംസ മാത്രമല്ല, യഥാർത്ഥ സൗഹൃദങ്ങളും ആഴത്തിലുള്ള സംതൃപ്തിയും നേടിക്കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം അനിയ ഒരു പ്രശസ്ത കലാകാരിയായി മാറി. അവളുടെ സൃഷ്ടികൾ ലോകമെമ്പാടുമുള്ള ഗാലറികളിൽ പ്രദർശിപ്പിച്ചു. അവളുടെ വിജയരഹസ്യത്തെക്കുറിച്ച് ആളുകൾ അവളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലും അവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിലുമാണ് യഥാർത്ഥ മാന്ത്രികത. അങ്ങനെ അനയ്യയുടെ കഥ നഗരത്തിലെ ഒരു ഇതിഹാസമായി മാറി. അസൂയ ഉപേക്ഷിക്കേണ്ടതിൻ്റെയും മറ്റുള്ളവരുടെ വിജയങ്ങളുടെ സൗന്ദര്യം ഉൾക്കൊള്ളുന്നതിൻ്റെയും മൂല്യം എല്ലാവരെയും അവ പഠിപ്പിച്ചു. അവളുടെ ജീവിതം
നന്ദിയുടെയും ശക്തിയുടെയും അത് കൊണ്ടുവരുന്ന അവിശ്വസനീയമായ പരിവർത്തനത്തിൻ്റെയും തെളിവായിരുന്നു. If you love to watch this video, you can like, share and subscribe.